ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും എന്നെ കാണുന്നത്. ഞാൻ ഒരു വീഡിയോ വ്ലോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തില്ല, ഇട്ടിട്ടില്ല. നാളെ ഇൻ്റർനാഷണൽ ഫെയർ ആണ്, അപ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട്. സോ പെട്ടിയും കിടക്കുകയൊക്കെ എടുത്തിട്ട് ഡാൻസ് കളിക്കുന്ന ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ് ഇന്ന്. ബിക്കോസ് ഐ പ്രാക്ടീസ് ഉണ്ട്. നാളെ ഇൻ്റർനാഷണൽ ഫെയർ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ വ്ലോഗ് തുടങ്ങുന്നു. നാളെ എന്തെങ്കിലും കാണിക്കാണ്ടേ കാണാം. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ പിറ്റേ ദിവസമായി പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉള്ളവർക്ക് മലയാളം അറിയില്ല അല്ലേ? ഉണ്ടാവും മലയാളം. ലുക്കിംഗ്. അപ്പോൾ ഇനി റെഡി ആവണം. എൻ്റെ നെയിൽ പോളിഷ് കറക്റ്റ് ആക്കണം. ഈ ഉടുപ്പാണ് ഞാൻ ഇടുന്നത്, സാരി കിട്ടിയില്ല. അപ്പോൾ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗൈസ്. ലുക്ക്, അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. കമ്മലിട്ടിട്ടില്ല, കമ്മലിടണം. എൻ്റെ സ്ഥിരം ഔട്ട്ഫിറ്റ്. ഡാൻസിൻ്റെ വീഡിയോ കിട്ടുമെന്ന് നോക്കാം, എങ്കിൽ ആഡ് ചെയ്യാന്നൊക്കെ. 6:15 രാത്രി 6:15 ഡാൻസ്. ഒരുപാട് സമയമുണ്ട്. മേക്കപ്പൊക്കെ പോവാണ്ടിരുന്നാൽ മതി. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഹലോ ഗൈസ്, അങ്ങനെ കോളേജിലേക്ക് പോണേ. തണുപ്പൊന്നുമില്ല എന്ന് കേൾക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. പക്ഷേ ഡ്രസ്സ് ചീറ്റാവല്ലോ എന്ന് കരുതി മാത്രം സ്വെറ്റർ ഇട്ടിട്ടില്ല, പക്ഷേ ജാക്കറ്റ് ഇട്ടിട്ടില്ല. പക്ഷേ ജാക്കറ്റ് ഞാൻ ബാഗിൽ എടുത്തിട്ടുണ്ട്.
ഗായ്സ് ഇതാണ് എന്റെ പുതിയ ഫ്രണ്ട്സ്. ഇവര് മലയാളം സംസാരിക്കും. മലയാളം പറയൂ. സംസാരിക്കൂ. കഴിച്ചോ. കടിച്ചോ മീൻസ് കടിച്ചോ. കഴിച്ചോ മീൻസ് ഹാവ് യു ഈറ്റൻ. കടിച്ചോ കടിച്ചോ കടിച്ചോ. അവര് മലയാളം പഠിപ്പിക്കാന്ന്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. അയ്യോ ഐ ഫോർഗോട്ട് മൈ മലയാളം. No, I can't speak my അതെ ഇത് പ്രാക്ടീസ് റൂം. ഞങ്ങൾ മലയാളം സംസാരിക്കാൻ മലയാളം മറന്നുപോയി. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ബാക്കിൽ ചൈനീസുകാരുടെ ഡാൻസ് ഉണ്ട്, ഇപ്പുറത്ത് ബോക്സിംഗ് ഉണ്ട്, ഇവിടെ ഞങ്ങളുടെ ടീമുണ്ട്. ഞങ്ങളുടെ ടീമിൽ ബാക്കി 2 പേര് സാരി എടുക്കാൻ പോയിക്കാണ്. Introduce yourself. എന്നെ കുട്ടിയും തെലുഗു കുട്ടിയും. ഹീസ് തെലുങ്കു കുട്ടി. ഞാൻ മലയാളിക്കുട്ടി. പറഞ്ഞേ മലയാളിക്കുട്ടി. I am from Hyderabad. You are from? Say മലയാളിക്കുട്ടി. മലയാളിക്കുട്ടി. I am from Kerala. നീ തെലുഗു കുട്ടിയോ? तू മലയാളിക്കുട്ടി. For men, what we need to say? Telugu kutten. Hey, she will do vlogs. I'm doing vlogs on YouTube. See. Hi guys. Hi guys. Hi guys. Hi guys. So today we are participating for South Indian hit songs. So please do watch our dance performance. Thank you. Thank you so much. Introduce yourself to my vlog. And I'm Nikita Purushottam and even I'm a blogger. Yeah, she have a YouTube channel. So please subscribe. I'll just share my YouTube channel link to this video. Subscribe her YouTube channel also. Thank you. Bye bye. Okay. അവനും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ. She is also going to start. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ. അവസാനം യൂട്യൂബ് ചാനൽ തട്ടിട്ട് നടക്കാൻ പറ്റില്ല. എല്ലായിടത്തും ക്യാമറ പറയ. എല്ലായിടത്തും ക്യാമറ. എല്ലായിടത്തും ക്യാമറ. അയ്യോ തെറ്റിപ്പോയി. എല്ലായിടത്തും മിറർ. എല്ലായിടത്തും മിറർ. ഇവിടെ മിറർ, ഇവിടെ മിറർ. Really bad experience I got. We can take one and then you can take the picture of one. Désolé, petit message de début, il n'y a pas assez de place, ne vous inquiétez pas. Jusqu'à... ఎవడికి సైగలు అంటారు.
We are going home. Then what we will say? Home going, what we say in Malayalam? വീട്ടിൽ പോണം. വീട്ടിൽ പോണം. തെലുങ്ക് ఇంటికి వెళ్తున్నాం. ఇంటికి వెళ్తున్నారు. പരിപാടിയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ പോകുന്നു, ഇവരുടെ വീട്ടിൽ പോകുന്നു, സാധനം എടുക്കുന്നു, തിരിച്ചെന്റെ വീട്ടിൽ പോകുന്നു. അതുള്ളൂ ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ എല്ലാ പരിപാടികളും അവസാനിച്ചു. വീട്ടിൽ പോകാൻ വേണ്ടി നിന്നപ്പോൾ വീട്ടിലൊന്നുമില്ല എന്ന് പറയാന്നുണ്ട് നൂഡിൽസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അടുത്ത ബസ് കിട്ടി വീട്ടിൽ പോകണോ നടന്ന് വീട്ടിൽ പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. മിക്കവാറും അടുത്ത ബസ്സിന് കയറി വീട്ടിൽ പോകാം, അതായിരിക്കും നല്ലത്. കാരണം 13 മിനിറ്റിൽ ബസ് വരും. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കുറച്ച് ഹാപ്പി ആയിരുന്നു, നൈസായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയായിരുന്നു, വൈബായിരുന്നു. ഒരുപാട് ഇന്ത്യൻസ്, ഒരുപാട് വേറെ വേറെ നാഷണാലിറ്റി, അവരെയൊക്കെ കാണാൻ പറ്റി, അവരുടെ കൂടെയൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റി. സൂപ്പറായിരുന്നു. എൻ്റെ ഈ ഒരാഴ്ച സൂപ്പറായിരുന്നു. എൻ്റെ ഈ ഒരാഴ്ച സൂപ്പറാവാൻ കാരണക്കാരായ എൻ്റെ ഫ്രണ്ട്സിന്, അയ്യോ അവരുടെ കൂടെ നൈസായിരുന്നു. ഇനി ഞാൻ ഇംഗ്ലീഷിൽ പറയാം. അവരെന്തായാലും എൻ്റെ വ്ളോഗാണ്, എനിക്കറിയാം. താങ്ക് യു ഹർഷിത, താങ്ക് യു ലഹരി, താങ്ക് യു ഗൗതം, അയ്യോ താങ്ക് യു ശ്രാവണാണ് എന്നെ മെട്രോ വരെ ഡ്രോപ്പ് ചെയ്തത്. താങ്ക് യു ഗൈസ്, യു മെയ്ഡ് മൈ വീക്ക് ഓസം. മലയാള കുട്ടിയോ, അയ്യോ നല്ല രസമായിരുന്നു അവരുടെ കൂടെ. ഞാൻ അവരുടെ കൂടെ ഇരുന്നിരുന്ന ലാസ്റ്റ് മലയാളം മറന്നു പോകുന്ന പറയുന്ന എൻ്റെ പേടി. അവരുടെ ഭാഷയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ മൊത്തം ഇവരിങ്ങനെ സ്പീഡിൽ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. അവരുടെ കൂടെ അടിച്ചു പൊളിച്ചു. ഒരാഴ്ചയായിട്ട് അവരുടെ കൂടെ പ്രാക്ടീസിന് അവരുടെ വീട്ടിലായിരുന്നു. ഐ മീൻ ശനിയാഴ്ച തൊട്ട് അവരുടെ വീട്ടിലായിരുന്നു. അവരുടെ ഫുഡ്, ഒരു അച്ചാറുണ്ട്, എൻ്റെ കൂടെ എരിഞ്ഞു, പക്ഷെ എന്തൊരു ടേസ്റ്റ് ആ അച്ചാർ മാത്രം വെച്ച് ചോറണം. അങ്ങനെ മൊത്തം നൈസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പരിപാടി. അങ്ങനെ എന്താണ് ഒന്നിനും സമയമില്ലാണ്ട് വീണ്ടും പ്രൊജക്റ്റുകളും കാര്യങ്ങളുമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ ടൈമായി. കാരണം ഓൾറെഡി 3 പ്രൊജക്റ്റ് പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പോയത്. സോ നാളെ തൊട്ട് ശ്വാസം വിടാണ്ട് 3 പ്രൊജക്റ്റിന്റെ പിന്നാലെ പോകണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം, പക്ഷെ ഇന്ന് എനിക്കത് ചെയ്യാനുള്ള എനർജി എൻ്റെ കയ്യിലില്ല. നാളെ തന്നെ ചെയ്യണം. അതെ, ഇടയ്ക്ക് ആരോ വന്ന പോലെ തോന്നി, അതുകൊണ്ട് കട്ട് ചെയ്തത്. അങ്ങനെ പ്രൊജക്റ്റുകളും എക്സാമുകളുമായിട്ട് തിരക്കിട്ട ജീവിതത്തിലേക്ക് വീണ്ടും കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ജാക്കറ്റ് ബാഗിൽ വെച്ചിട്ട് ജാക്കറ്റിൽ കണ്ട് നടന്ന് ഇറ്റാലി വരെ പോയി. അതൊരു മെട്രോ സ്റ്റേഷൻ്റെ നെയിം, അവിടെ അവർ നിൽക്കുന്നത്. അവരുടെ വീട് വരെ പോയി. അയ്യോ തണുത്ത് വരച്ച് മരിച്ചു. അങ്ങനെ അതോടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നാളെ മുതൽ വീണ്ടും ക്ലാസ് എക്സാം പ്രൊജക്റ്റ് ഞാനവിടെ ഒന്നുമില്ല കാണിക്കാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതെ. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പോലും ടൈമില്ല. എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഓഡിയോ കൊടുക്കാൻ വേണ്ടി കിടന്നത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് ഞാനിടും. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഞാനിടും. ഇന്ന് ബുധനാഴ്ച, ഇന്നിട്ടില്ലെങ്കിൽ വ്യാഴാഴ്ചയെങ്കിലും ഞാൻ ഇതിടും. പിന്നെ മിക്ക കൺട്രിയിലുള്ള ആൾക്കാരുമായിട്ട് ഡാൻസ് കളിച്ചു. അവരുടെ ഡാൻസ് കളിച്ചു, ഫുഡ് കഴിച്ചു. അമ്മേ എന്തോരം ഫുഡ് കഴിച്ചേ. പക്ഷെ അതെന്തായാലും അപ്പം കഴിച്ചെന്ന് തന്നെ. അപ്പം എനിക്ക് വയറ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും കഴിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ. ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് നടക്കണേ ഞാൻ വീഡിയോ എടുക്കാം.